എൻ്റെ കയ്യിൽ ഒരുപാട് ബുക്സ് ഉണ്ട്. പക്ഷേ എൻ്റെ ബുക്സ് ഞാൻ ആർക്കും തന്നെ വായിക്കാനായിട്ട് കൊടുക്കാറില്ല. എല്ലാ ബുക്കും ഞാൻ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് കാശിട്ട് മേടിക്കുന്ന ബുക്കുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആർക്കും തന്നെ കൊടുക്കാറില്ല വായിക്കാൻ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുതിയതായിട്ട് വരുന്ന ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള നോവലുകൾ ഉണ്ട് എൻ്റെ കയ്യിൽ. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മളുടെ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരുടെയൊക്കെ ബുക്കുകളുണ്ട്. കടുകട്ടി ലാംഗ്വേജ് ആയിട്ടുള്ള സാഹിത്യം ഒരുപാട് നിൽക്കുന്നു. എന്നാൽ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ജനകീയമായിട്ടുള്ള ഒരുപാട് ബുക്കുകളുണ്ട്. ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആളുകളുടെയൊക്കെ ബുക്കുകളുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ എം ടി വാസുദേവനാഥൻ്റെ തന്നെ കുറേ ബുക്കുകളുണ്ട്. എം ടി വാസുദേവനാഥൻ്റെ കാലം, പിന്നെ എം ടി വാസുദേവനാഥൻ്റെ തന്നെ ഒരു പ്രശസ്ത ബുക്കാണല്ലോ രണ്ടാം ഊഴം, അത് എൻ്റെ കയ്യിലുണ്ട്. ഒരുപാട് പിന്നെ ഭയങ്കരമായിട്ടുള്ള വൈറലായിട്ടുള്ള ഒരുപാട് ബുക്കുകൾ, ഒരുപാട് ആൾക്കാർ വായിച്ചിട്ടുള്ള ഇഷ്ടപ്പെടുന്ന ഒരുപാട് ബുക്കുകൾ, സിനിമയായിട്ടുള്ള ഒരുപാട് ബുക്കുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആർക്കും തന്നെ ബുക്കുകൾ കൊടുക്കില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഏറ്റവും ഒടുവിൽ വായിച്ച ഒരു ബുക്കാണ് ഇത്, തോട്ടിയുടെ മകൻ. പഴയ ബുക്കാണ്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ്. ഞാൻ ഇപ്പോൾ ഏറ്റവും പുതിയതായി മേടിച്ച 2 ബുക്കുകളാണ് ഇത്. നിംന വിജയിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോടും ഏറ്റവും പ്രിയപ്പെട്ട നിന്നോടും, 2 വോളിയുണ്ട്. 2 ബുക്കുകളും ഞാൻ വായിച്ചിട്ടില്ല. പകുതിയാക്കി വെച്ച ഒരു ബുക്കാണ് സീത. ഞാൻ പകുതിയാക്കി വെച്ചിരിക്കുകയാണ്, വായിച്ച് കഴിഞ്ഞിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല വായിക്കാനായിട്ട്. ആരാച്ചാർ എന്ന് പറഞ്ഞ ബുക്ക് ഇനി ഞാൻ വായിക്കത്തേയില്ല. എനിക്കത് വായിച്ചിട്ട് ഒരുപാട് ബുദ്ധിമുട്ട്, ഭയങ്കര കടുകട്ടി ലാംഗ്വേജ്, ആകെ ഒരു കൺഫ്യൂഷനാണ്. പിന്നെ റാം കെയർ ഓഫ് ആനന്ദി, ഇത് വായിച്ചിട്ട് എനിക്ക് വലിയ തൃപ്തിയായി. എൻ്റെ ലാംഗ്വേജ് എനിക്ക് തീരെ ഒട്ടും ഇഷ്ടമായില്ല. ഓക്കെ, ഒരു തിരക്കഥയൊക്കെ എഴുതുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷേ ഇത് നോവൽ എന്ന് പറയുമ്പോൾ അതിലുള്ള ഒരു ചട്ടക്കൂടൊക്കെ ഉണ്ടല്ലോ, എനിക്ക് അങ്ങനത്തെ ഒക്കെ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അതൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇപ്പോൾ ഞാൻ രണ്ടാമത് കുറേ വായിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും വായിക്കാനായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ബുക്ക് എന്ന് പറയുന്നത്, എവിടെ ആ ബുക്ക് കാണുന്നില്ലല്ലോ, ഈ ബുക്ക് ഉണ്ടല്ലോ, ജിമുഖി എന്ന് പറയുന്നൊരു ബുക്കാണ്. ഈ ബുക്ക് ആരെ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സീരിയലൊക്കെ ഇല്ലേ, ഉപ്പും മുളകും, അതിലൊരു പെൺകുട്ടി ശിവാനി എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടിയില്ല, ആ പെൺകുട്ടിയുടെ മുത്തശ്ശനാണ് അത് എഴുതിയത്. പക്ഷെ ഇദ്ദേഹത്തിന് കാര്യം വാങ്ങിക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഇതിൽ എഴുതിയിട്ടുണ്ട്, ആ കുട്ടിയുടെ പേരൊക്കെ എഴുതി, ആ കുട്ടിയുടെ മുത്തശ്ശനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നത് അല്ലേ. ഒരു പ്രശസ്ത ഒരു കുട്ടി വീട്ടിലുള്ളപ്പോൾ ആ കുട്ടിയുടെ മുത്തശ്ശനാണ് ഞാൻ പറഞ്ഞിട്ട് ആ ബുക്ക് അദ്ദേഹം വിറ്റിരിക്കുകയാണ്. എന്തായാലും രസകരമായിരുന്നു. പിന്നെ രണ്ടാമൂഴാണ് ഞാൻ പറഞ്ഞത്, പകുതിയാക്കി വെച്ചിട്ടുള്ളൂ. ഇതുവരെയും വായിച്ച് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞത്, ഭയങ്കര തിരക്കാണ്, എനിക്കൊന്നിനും സമയമില്ല. പിന്നെ എനിക്ക് എൻ്റെ തിരക്കഥകളൊക്കെ എഴുതി തീർക്കാനുള്ളത് കൊണ്ട് ഉള്ള സമയമില്ല, അതാണ്. ചെറിയൊരു ബുക്കാണ്, വായിച്ച് പെട്ടെന്ന് തീരും. ഒരിക്കലും വായിക്കാനായിട്ട് എനിക്ക് കയ്യെന്നെ എത്തുന്നൊരു ബുക്കാണ് ആരാച്ചാർ. വായിച്ചത് യാതൊരു കൺഫ്യൂഷനായിരുന്നു, എനിക്ക് ആകെ തലവേദന എടുത്തു. ഇത് വായിച്ചു തീർക്കോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇപ്പം എന്തായാലും ബുക്ക് എടുത്ത് വായിക്കാനായിട്ട് തോന്നുന്നില്ല. അപ്പോൾ എടുത്ത് ഞാൻ വായിച്ച് കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്ന ഒരു ബുക്ക് എന്ന് പറയുന്നത്
തോപ്പിൽ ബാസിയുടെ തുലാഭാരം എന്നുള്ളതിൻ്റെ ഒരു തിരക്കഥയൊക്കെയാണ്. ഞാൻ തിരക്കഥ എഴുതിയതിന് ശേഷം ഇങ്ങനെയാണോ തിരക്കഥ എഴുതേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു തിരക്കഥ വാങ്ങിയത്. പഴയ മോഡൽ തിരക്കഥയാണ്, അതുപോലെ ഇപ്പോൾ എഴുതിയിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പം വായിച്ച് തീർത്ത ഒരു കഥയാണ് തോട്ടിയുടെ. പഴയ ഒരു ക്ലാസിക്കാണ്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അയ്യോ, ഞാൻ ഒറ്റ ഇരിപ്പിലിരുന്ന് വായിച്ച 2 ബുക്കുകളേ ഉള്ളൂ. അതൊന്ന് ഇതാണ്, പിന്നെ 2 എന്ന് പറയുന്നത് നമ്മുടെ ആടുജീവിതം. ഇത് ഒറ്റയടിക്ക് ഞാൻ ഇരുന്ന് വായിച്ചതാണ്. പൗലോ കോയിലോയുടെ ആൽക്കമിസ്റ്റ് ഞാൻ വായിച്ച, പക്ഷേ കുറച്ച് ദിവസം എടുത്തിട്ടാണ് വായിച്ചത്, പെട്ടെന്നൊന്നും വായിച്ചില്ല കേട്ടോ.